നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഏത് പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഒരു ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ആണ്. ഇതിനെ പറ്റിയാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബ്രൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് ആണ്. ബ്രൈറ്റനിങ്ങിന് മാത്രമല്ല, ഒബ്വിയസ്ലി എന്താ പറയുക, ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവും, ഇപ്പോൾ ഇംപ്യൂരിറ്റീസും ഒക്കെ റിമൂവ് ആവും എന്ന രീതിയിലാണ് ഇത് പറയപ്പെടുന്നത്. ഇതിന് മുന്നേ ഞാൻ ഈ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇപ്പോൾ ഈ കാണുന്നതല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വൈബ്സിൻ്റെ തന്നെയാണ്. പക്ഷേ അത് വന്നിട്ട് ഇപ്പോൾ കണ്ടോ, ഈ കവറൊക്കെ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ആയത് മാതിരിയുണ്ട്. ലൈക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊരു ഇംപ്രൂവ്ഡ് വേർഷനായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ഇതല്ലാതെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ വേറെയും പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. സോ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ പറയാം. ഇപ്പം നമുക്ക് തൽക്കാലം ഗോൾഡ് പീൽ ഓഫ് മാസ്കിനെ പറ്റിയിട്ടുള്ള റിവ്യൂയിലോട്ട് പോവാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ത് തന്നെ ആയാലും, എത്രത്തോളം ആളുകൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്യണം. അതായത് അലർജി വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കിൻ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ല. ഇതിലിപ്പോൾ എനിക്ക് വലിയ ചേഞ്ച് ആയിട്ടൊന്നും തോന്നുന്നില്ല. വേറെ ഒരു ഇച്ചിങ്ങോ അങ്ങനെ വേറൊരു ഫീലിങ്സും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിന് മുന്നേ നിങ്ങൾ ചിലപ്പോൾ ഈ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലും കൂടി നമ്മളൊരു പുതിയ പാക്കേജ് മേടിക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ നമ്മൾ അതൊന്ന് ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതെനിക്ക് തോന്നുന്നു കൊതുകോ കടിച്ചതാണ്. അപ്പോൾ അതല്ലാതെ അതും ഈ പ്രൊഡക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറഞ്ഞത്. വെറുതെ ഇതിൻ്റെ പേരിൽ ആ പ്രൊഡക്റ്റിനെ ആരും കുറ്റപ്പെടുത്തണ്ടല്ലോ. ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് തരും എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ അതല്ലാതെ പാരബൻ, സൾഫേറ്റ് അങ്ങനെയുള്ള കണ്ടൻസ് ഒന്നും ഇതിലില്ല. അങ്ങനെയൊക്കെ പറയുന്ന കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് തരും എന്നാണ് പറയപ്പെടുന്നത്. ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് തരുന്ന രീതിയിൽ ഒരു ഗ്ലോ തരും എന്നാണ് ഇത് പറയപ്പെടുന്നത്. സോ ബാക്കി നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നോക്കുക. എന്നിട്ട് വേറെ റിയാക്ഷൻസ് ഒന്നും ഇല്ലയെന്ന് കാണുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഫേസൊക്കെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യുക ക്ലീനായിട്ട്. എന്നിട്ട് നേരെ പോയിട്ട് ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക. കണ്ണിന് ചുറ്റും ഉള്ള ഏരിയയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ഈ ലിപ്സ് അവിടെ അപ്ലൈ ചെയ്യരുത്. ബാക്കിയുള്ള ഏരിയ മൊത്തം കവർ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 minutes വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ഓഫ് ആവുന്നത് വരെ വെക്കുക. ഇതിന് പീൽ ഓഫ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്ക്. സോ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫേസിൽ മുക്കുത്തി അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഐഡിയൽ. പക്ഷേ ഞാൻ ആക്ച്വലി റിമൂവ് ചെയ്യാൻ മറന്നുപോയി. സോ ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, കണ്ടില്ലേ, ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് 15 minutes. സോ 15 minutes നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. നമ്മുടെ മാസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോൾ 15 minutes ആയി. സോ ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ യൂഷ്വലി എൻ്റെ പീൽ ഓഫ് മാസ്ക് താഴേന്ന് മേളിലോട്ടാണ് റിമൂവ് ചെയ്യുന്നത്. സോ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേസ് ശരിക്കും പറഞ്ഞാൽ പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, വാഷ് ചെയ്തിട്ട് പോലും ഇല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. ബിക്കോസ് അവിടെ ചെറിയ ഇതുണ്ട്. ബിക്കോസ് ഞാനിത് എന്താ പറയുക, വാഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്ക് തന്നെ നിങ്ങൾക്ക് കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വാഷ് ചെയ്യാതെയാണ് കാണിക്കുന്നത്. അത്യാവശ്യം ബ്രൈറ്റനിങ് ആയിട്ടൊരു ഫീൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ലൊരു ബ്രൈറ്റനിങ് ഒരു ഇഫക്റ്റ് കിട്ടിയ മാതിരി ഒരു ഫീലുണ്ട്. സോ എനിക്ക് ടോട്ടലി ഈ പ്രൊഡക്റ്റ് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് പേർപ്പിളിൽ നിന്നിട്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എനിക്ക് തോന്നുന്നു 250 something ആണ്. പേർപ്പിളിൽ ഇത് ഞാൻ മേടിക്കുമ്പോൾ ഞാനൊരു ബൾക്കായിട്ട് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുള്ളത് കൊണ്ടിട്ട് 165 rupeesനാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതൊരു 50 gram പ്രൊഡക്റ്റാണ്. സോ അത് വർത്തി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഉടനെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്.